സ്വാമിയേ ശരണമയ്യപ്പ. നാടെങ്ങും ശരണം വിളികളാൽ മുഖരിതമാവുന്ന സമയം വന്നെത്തിക്കഴിഞ്ഞു. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി മല ചവിട്ടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അയ്യപ്പ സ്വാമിയുടെ ദർശന സാഫല്യം നേടുന്നതിലൂടെ ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ അടുത്ത മണ്ഡലകാലം വരെയുള്ള ഒരു വർഷക്കാലം ഉണ്ടാവുക എന്ന മഹത്തായ സങ്കല്പം നിറവേറ്റുന്നതിനായിട്ട് മല ചവിട്ടുന്ന ഓരോ ഭക്തനും കൃത്യമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറെക്കുറെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എന്നിരുന്നാലും അയ്യപ്പസ്വാമിക്ക് വേണ്ടി നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം, തയ്യാറെടുക്കാം. ഒറ്റസംഖ്യ, അതായത് കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതം പിടിച്ച് മാത്രമേ മാലയിടാൻ പാടുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഭക്തൻ മാലയിട്ട് അയ്യപ്പസ്വാമി ആകുന്നതിന് മുൻപ് ആ വീടും ആ വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളും എല്ലാം വൃത്തിയാക്കി ക്ഷേത്രത്തിൽ നിന്നും പുണ്യാഹം കൊണ്ടുവന്ന് തളിച്ച് ശുദ്ധീകരിക്കുക. അങ്ങനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ സസ്യാഹാരം മാത്രം കഴിക്കുക. കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെ. കുടുംബാംഗങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ മാലയിടുന്ന ആൾ മാത്രം വീടിനോട് ചേർന്ന് ഓല കൊണ്ടോ മറ്റോ ഒരു ചെറിയ ചായ്പ് നിർമ്മിച്ച് അതിലേക്ക് മാറി പ്രത്യേകം കഞ്ഞി വെച്ച് കുടിക്കാവുന്നതാണ്. സസ്യാഹാരം ആയാൽ തന്നെയും തലേന്നത്തെ ഭക്ഷണം ഒഴിവാക്കുക. 2 നേരം കുളിയും ശരണം വിളിയും നിർബന്ധമാണ്. ഒപ്പം ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒന്നാണ്. ക്ഷേത്രദർശനം ദിവസവും വേണം. അതിന് കഴിയാത്തവർ വീട്ടിൽ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിച്ച് അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിൽ തുളസിമാല ചാർത്തി തൊഴുതു വണങ്ങുക. ഇങ്ങനെ വ്രതം പിടിക്കുന്ന നാളുകളിൽ ദീക്ഷ എടുക്കുവാൻ പാടുള്ളതല്ല. ക്ഷൗരം പാടില്ല എന്നർത്ഥം. കോപം, അസൂയ എന്നീ ദുഷ്ടചിന്തകൾ മനസ്സിൽ ലവലേശം വയ്ക്കുവാൻ പാടുള്ളതല്ല. ശവസംസ്കാരം, ചോറൂണ് എന്നീ ചടങ്ങുകളിൽ പങ്കെടുക്കരുത്. മദ്യപാനം, പുകവലി, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വർജിക്കുക. കറുപ്പ്, കടുന്നീല വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അശുദ്ധി നേരിട്ടവർ ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തർ മാലയിടുന്നത്. അത് ഒരു ഭക്തന് തൻ്റെ ഭക്തിയുടെ മാർഗത്തിൽ ഏകാഗ്രത കൈക്കൊള്ളുവാനും സഹായിക്കുന്നതാണ്. തത്വമസി, അതായത് ഞാൻ നീയാകുന്നു. ഇത് അയ്യപ്പനും ഭക്തനും തമ്മിൽ ഭേദമില്ല എന്ന സന്ദേശം നൽകുകയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഭക്തനാണ് അയ്യപ്പനെന്നും അയ്യപ്പൻ തന്നെയാണ് ഭക്തനെന്നും സൂചിപ്പിക്കുന്നു. ഈ സന്ദേശം തന്നെയാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനഃപൂർവ്വം തെറ്റിക്കുന്നത് മനഃപൂർവ്വം അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്നതിന് തുല്യമെന്ന് മനസ്സിലാക്കുക. ഈശ്വരനും ഭക്തനും ഒന്നെന്ന സത്യത്തെ ലംഘിക്കാതെ സഹോദരങ്ങളെ, അമ്മമാരെ, നമുക്ക് മല ചവിട്ടാം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ചാനലിൽ വരുന്ന ആത്മീയപരമായ കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.